നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ്. സ്വന്തം വീടിനെ കുറിച്ച്, സ്വന്തം നാടിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ പോയി അപവാദം പറയുന്നത് ശരിയാണോ? സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാലാൾ കേൾക്കി തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്നതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് വിദേശ മണ്ണിൽ പോയി നിരന്തരം അപമാനിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്ത് വിളിക്കണം? അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, കോൺഗ്രസിന്റെ കിരീടം വെക്കാത്ത രാജകുമാരനായ ശ്രീ പപ്പുമോനെ കുറിച്ചാണ്. കൊളംബിയയിലെ ഒരു സർവകലാശാലയിൽ പോയി അദ്ദേഹം വീണ്ടും തന്റെ പതിവ് പല്ലവി ആവർത്തിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ്, BJP എല്ലാം തകർക്കുകയാണ് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇദ്ദേഹം ഇന്ത്യയിലാണോ അതോ ഇന്ത്യയുടെ ഏതെങ്കിലും ശത്രുരാജ്യത്താണോ ജീവിക്കുന്നത് എന്നാണ്. ആദ്യം നമുക്ക് കൊളംബിയയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഒന്ന് വിശദമായി നോക്കാം. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ചും സാങ്കേതിക ശക്തിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വാചാലനായി. അത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹം തന്റെ യഥാർത്ഥ അജണ്ട പുറത്തേക്ക് എടുത്തത്. ഇന്ത്യയിൽ ജനാധിപത്യം അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, വ്യത്യസ്ത ആശയങ്ങൾക്ക് സ്ഥാനമില്ലാതാകുന്നു, ഇതൊരു വലിയ അപകടമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഭരിക്കാനായി കഴിയുമായിരുന്നു. അദ്ദേഹത്തിന് നിർബാധം പ്രധാനമന്ത്രിയെയും ഭരണകൂടത്തെയും വിമർശിക്കാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം അമിതമായി ഉള്ളത് കൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് യാതൊരു പ്രത്യാഘാതവും ഇല്ലാതെ സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുന്നത്? ചൈനയെ പോലെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാകാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആര് പറഞ്ഞു ഇന്ത്യക്ക് ചൈനയെ പോലെ ആകണമെന്ന്? ഇന്ത്യയുടെ ശക്തി അതിന്റെ ജനാധിപത്യവും വൈവിധ്യവുമാണ്. എന്നാൽ ആ ജനാധിപത്യത്തെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത്. ചൈന ജനങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു വിദേശിക്ക് എന്ത് സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്? ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നൊരു ധ്വനി അതിലില്ലേ? ഇതാണോ ഒരു ഇന്ത്യൻ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി ചെയ്യേണ്ടത്? ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമ്പോഴാണ് ഈ വിമർശനം. ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കുന്നതിന് പകരം അതിലെ കുറ്റങ്ങൾ മാത്രം പെരുപ്പിച്ച് കാണിച്ച് വിദേശ നിക്ഷേപകരെയും ലോക സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഇത് വിവരമില്ലായ്മയാണോ അതോ മനഃപൂർവ്വം നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണോ? നിങ്ങൾ തന്നെ പറയൂ. സുഹൃത്തുക്കളെ, ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതൊരു തുടർക്കഥയാണ്. രാഹുൽ ഗാന്ധിക്ക് വിദേശത്തേക്ക് ഒരു വിമാനം കയറുമ്പോൾ മുതൽ തുടങ്ങും ഈ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുടെ ഘോഷയാത്ര. നമുക്ക് ചില പഴയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. ഓർക്കുന്നില്ലേ, ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി അദ്ദേഹം നടത്തിയ ആ പ്രസംഗം? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടനയെ BJP തകർത്തു, ഇന്റലിജൻസ് ഏജൻസികൾ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നു, പാർലമെന്റിൽ മൈക്കുകൾ ഓഫ് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു അവിടുത്തെ പരാതികൾ. പെഗാസസ് വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് തന്റെ ഫോണിൽ പെഗാസസ് ഉണ്ടെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വന്തം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളെ അന്താരാഷ്ട്ര തലത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എത്ര വലിയ രാജ്യദ്രോഹപരമായ നടപടിയാണ്. കൂടാതെ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ദളിതരുടെയും മുസ്ലിങ്ങളുടെയും അവസ്ഥ 1980കളിലെ ദളിതരുടെ അവസ്ഥ പോലെയാണെന്നാണ്. അതായത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുകയാണ്. ഈ പച്ചക്കള്ളം ലോകവേദിയെ ഒരു നാണവുമില്ലാതെയാണ് വിളിച്ചു പറഞ്ഞത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ഇത്. അവിടെയും നിർത്തിയില്ല. അമേരിക്കയും യൂറോപ്പും പോലെയുള്ള വിദേശ ശക്തികൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ അദ്ദേഹത്തിൽ നിന്നുമുണ്ടായി. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിദേശ ശക്തികളെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ വലിയൊരു ചതി വേറെയുണ്ടോ? അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളം മർദ്ദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ സൈനികരുടെ മനോവീര്യം കെടുത്തുന്ന, ശത്രുരാജ്യത്തിന് സന്തോഷം നൽകുന്ന എത്ര വിഷലിപ്തമായ പ്രസ്താവനയായിരുന്നു അത്. സ്വന്തം സൈന്യത്തെ അവിശ്വസിക്കുകയും ശത്രുരാജ്യത്തിന്റെ വാദങ്ങൾക്ക് ബലം നൽകുകയും ചെയ്യുന്ന ഒരാളെയാണോ നമ്മൾ നേതാവായി കാണേണ്ടത്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഇതിനെല്ലാം കാരണം എന്തായിരിക്കാം? എന്റെ അഭിപ്രായത്തിൽ ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തേത് കടുത്ത അധികാരക്കൊതിയും അതിൽ നിന്നുള്ള നിരാശയുമാണ്. തുടർച്ചയായ തിരഞ്ഞെടുപ്പ് തോൽവികൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും വല്ലാതെ തളർത്തിയിരിക്കുന്നു. ഇന്ത്യൻ ജനത തങ്ങളെ കൈവിട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ വിദേശത്ത് പോയി ഇന്ത്യയെ താറടിച്ച് കാണിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കണമെന്ന് അവർ വ്യാമോഹിക്കുന്നു. ഇത് വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണ്. രണ്ടാമത്തേത് വിവരമില്ലായ്മയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു രാജ്യത്തിന്റെ പ്രതിച്ഛായ എത്രത്തോളം പ്രധാനമാണ്, ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണ പോലും ഇദ്ദേഹത്തിനില്ല. വിദേശത്ത് പോയി സ്വന്തം
സർക്കാരിനെ വിമർശിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് വലിയ കാര്യമായി തോന്നുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ധാരണ. എന്നാൽ സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുക്കുന്ന ഒരാളെ ആരും ബഹുമാനിക്കില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. മൂന്നാമത്തേത് ഒരുതരം അരാജകവാദകമാണ്. ഇന്ത്യ വളരുന്നത് ലോകവേദിയിൽ ഇന്ത്യക്ക് ബഹുമാനം ലഭിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവര് കാരണം അല്ലല്ലോ ഇതൊന്നും സംഭവിക്കുന്നത്. ഇന്ത്യ നശിച്ചാലും വേണ്ടില്ല, തങ്ങൾക്ക് അധികാരം തിരികെ കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് ഇവരെ നയിക്കുന്നത്. അതുകൊണ്ടാണ് മെയ്ഡ് ഇൻ ഇന്ത്യയെയും ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തെയും വിദേശ നയത്തിലെ വിജയങ്ങളെയും ഇവർ നിരന്തരം പുച്ഛിച്ചു കാണിക്കുന്നത്. BJP വക്താവ് ഷെഹസാദ് പൂരവാല പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പ്രചാരണ നേതാവിനെ പോലെയാണ് പെരുമാറുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ യുദ്ധം. ഇന്ത്യ എന്ന ആശയത്തോടല്ല. കങ്കണ റണാവത്ത് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്ത്യക്കാരെ മുഴുവൻ ബുദ്ധിശൂന്യരും വഴക്കാളികളുമായി ചിത്രീകരിക്കാനാണ് ഇദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ഒരാളെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഇരുത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ സഹതാപമാണ് തോന്നുന്നത്. രാജ്യസ്നേഹമുള്ള കോൺഗ്രസുകാർ പോലും ഈ പ്രവർത്തികൾ കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുന്നുണ്ടാകും. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. സർക്കാരിനെ വിമർശിക്കണം, അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ വിമർശനം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങണം. വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന രീതിയിൽ ഇതുപോലെ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അത് വെറും രാഷ്ട്രീയ വിമർശനമല്ല, അത് രാഷ്ട്രത്തോടുള്ള നിന്ദയാണ്. രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് അദ്ദേഹത്തിന് എതിർപ്പ്, BJPയോടാണ് അദ്ദേഹത്തിന് എതിർപ്പ്. പക്ഷെ വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിനെ മാത്രമല്ല, ഇന്ത്യയെയാണ്. ആ ബോധം ഇദ്ദേഹത്തിന് ഏത് കാലത്തുണ്ടാകുന്നോ അന്ന് മാത്രമേ അദ്ദേഹത്തിന് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ സാധിക്കൂ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തികളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ദയവായി നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.